السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ഖത്തീബുമാർ ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട വിഷയങ്ങൾ അദബുകൾ ഖുതുബയുമായി ബന്ധപ്പെട്ട സുന്നത്തുകളും അദബുകളും പൊതുവിൽ ഏവരും പാലിച്ചിരിക്കേണ്ട വസ്ത്രധാരണയിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയങ്ങളുടെ രണ്ടാം പാർട്ടാണ്. വെള്ളിയാഴ്ചയിൽ ജുമുഅക്ക് വരുന്നവർ വെള്ള വസ്ത്രം ധരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇനി പെരുന്നാൾ ദിവസമാണെങ്കിൽ അവിടെ ഏറ്റവും നല്ലത്, ഏറ്റവും ഭംഗിയും വില കൂടിയതുമായ വസ്ത്രം ഏതോ അതാണ്. അത് വെള്ളയാണെങ്കിൽ വെള്ള, അല്ലാത്തതാണെങ്കിൽ അല്ലാത്തത്. ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. ഇനി നമുക്ക് പൊതുവിൽ ധരിക്കാവുന്ന വസ്ത്രങ്ങളിൽ ഏതൊക്കെ കളറുകളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ കളർ വസ്ത്രങ്ങൾ ഏതെല്ലാം ആവാം, ഏതെല്ലാം പാടില്ല, ഇതേ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. വയജൂസു ലുബ്സു സൗബിൽ മസ്ബൂദി ബി അയ്യി ലൗനിൻ കാന. ഏത് നിറം കൊടുക്കപ്പെട്ട വസ്ത്രവും ധരിക്കൽ അനുവദനീയമാണ്. അപ്പൊ ഏത് നിറം കൊടുക്കപ്പെട്ട വസ്ത്രവും ധരിക്കാം, അത് അനുവദനീയമാണ്. ഇല്ലൽ മുസഅഫറ, മുസഅഫർ ഒഴിച്ച്. മുസഅഫർ എന്ന് പറഞ്ഞാൽ കുങ്കുമം കൊണ്ട് ചായം കൊടുത്ത കളറ് കൊടുക്കപ്പെട്ട വസ്ത്രം ഒഴികെ അത് പുരുഷന് പാടില്ല. ഹുക്കുമുൽ ഹരീരി, ഈ മുസഅഫറിന്റെ ഹുക്കുമ് വിധി അത് പട്ടിന്റെ വിധി പോലെയാണ്. അത് പുരുഷന് പട്ട് ഹറാമാണല്ലോ, അതുപോലെ ഈ കുങ്കുമം കൊണ്ട് ചായം കൊടുക്കപ്പെട്ട വസ്ത്രവും പുരുഷന് ഹറാമാണ്. അതുപോലെ ഹുൻസക്കും ഹിജടക്കും ഹറാമാണ്. ഹത്ത എന്ന് വെക്കുമ്പോ ലൗ സുബിറ ബിഹി, ഈ കുങ്കുമം കൊണ്ട് കളറ് കൊടുക്കപ്പെട്ടാൽ അക്സറു സൗബി, ഒരു വസ്ത്രത്തിന്റെ അധികരിച്ച ഭാഗവും അതുകൊണ്ട് കളറ് കൊടുക്കപ്പെട്ടാൽ ഹറാമാണ്. അതാണ് പട്ടാവുമ്പോ അധികവും പട്ടാണ്, ഒരല്പം കരയൊക്കെ പട്ടാണെങ്കിൽ ഹറാമാണ്. ഇനി ഒരു കരയൊക്കെ പട്ടായതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പട്ടിന്റെ വിഷയത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോ പട്ടിന്റെ വിധി പോലെയാണ് എന്ന് പറയുമ്പോ വസ്ത്രത്തിന്റെ അധികരിച്ച ഭാഗത്തിനെയും കുങ്കുമം കൊണ്ട് ചായം കൊടുക്കപ്പെട്ടാൽ ആ വസ്ത്രം ഹറാമാണ്. ഇത് തുഹ്ഫ 3471 കിതാബുൽ ലിബാസിൽ വിശദീകരിച്ചിട്ടുണ്ട്, പുതിയ നുസ്ഖ അനുസരിച്ച്. അതുപോലെ മുഷ്റൽ കരീം 215, ഷർഹ് ബാഫദിൽ 282, ഇബാറത്തുൻ നിഹായത്തി വൽ മൗനി വയഹറുമു അലാ ഗൈരിൽ മർഅത്തി അൽ മുസഅഫറു. സ്ത്രീ അല്ലാത്തവരുടെ മേൽ മുസഅഫർ ഹറാമാണ്. സഅഫറാന് കൊണ്ട് കളറ് കൊടുക്കപ്പെട്ട വസ്ത്രം ഹറാമാണ്. ഇത് ഷർവാനിയിൽ പറഞ്ഞിട്ടുണ്ട്.
വകദൽ മുഅസ്ഫറു, മുസഅഫർ പോലെ തന്നെയാണ് മുഅസ്ഫറും. ഉസ്ഫുർ എന്ന ചായം കൊണ്ട് ചായം കൊടുക്കപ്പെട്ടത്. അലാമ സഹത്ത് ബിഹിൽ അഹാദീസു, ഹദീസുകൾ സഹിഹായി വന്നതനുസരിച്ച്. വഖ്താറഹുൽ ബൈഹഖിയു വഗൈറുഹു, അതിനെ ഇമാം ബൈഹഖിയും മറ്റുള്ള ചില പണ്ഡിതരും പ്രബലമാക്കിയിട്ടുണ്ട്. മുഅസ്ഫർ വലം യുബാലു ബിനസ്സി ശാഫിഈ അലാ ഹില്ലിഹി, മുഅസ്ഫർ ഹലാലാണ് എന്ന് ഇമാമുന ശാഫിഈ റഹ്മഹുല്ലാഹ് വ്യക്തമാക്കി നസ്സാക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഫുഖഹാ ഗൗനിച്ചിട്ടില്ല. എന്തേ കാരണം? തഖ്ദീമൻ ലിൽ അമലി ബി വസിയത്തിഹി, ഇമാമുന ശാഫിഈ തങ്ങളുടെ വസിയത്ത് കൊണ്ട് അമൽ ചെയ്തതിന് വേണ്ടി. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹ്മഹുല്ലാഹ് പറഞ്ഞ ഒരു കാര്യം, കുല്ലുമാ ഖുൽതു, ഞാൻ പറഞ്ഞ ഏതൊരു കാര്യവും, വകാന അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിലാഫുഹു മിമ്മാ യസിഹു, എന്നാൽ നബി തങ്ങളെ തൊട്ട് അതിന്റെ എതിരാണ്, ഞാൻ പറഞ്ഞതിന്റെ എതിരാണ് സഹിഹായ ഹദീസിൽ വന്നിട്ടുള്ളത് എങ്കിൽ ഹദീസുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഔല, റസൂലുള്ളാഹിന്റെ ഹദീസാണ് ഏറ്റവും സ്വീകരിക്കാൻ തരപ്പെട്ടത്. വലാ തുഖല്ലിദൂനി, എന്നെ നിങ്ങൾ ആ വിഷയത്തിൽ തഖ്ലീദ് ചെയ്യേണ്ടതില്ല എന്ന് ഇമാമുന ശാഫിഈ തങ്ങളെ തൊട്ട് സഹീഹും മശ്ഹൂറുമായി വന്ന ഒരു വസിയത്താണ്. ഇവിടെ സഹിഹായ ഹദീസുകളെ കൊണ്ട് മുഅസ്ഫർ, ഉസ്ഫുർ കൊണ്ട് ചായം കൊടുക്കപ്പെട്ടത് ഹറാമാണെന്ന് സഹിഹായി വന്നിരിക്കുന്നു. അത് ഇമാമു ശാഫിഈ തങ്ങൾക്ക് എത്തിയിരുന്നുവെങ്കിൽ വലൗ ബലഗ ശാഫിഈയ ലഖാല ബിഹി, ശാഫിഈ തങ്ങൾ അത് കൊണ്ട് പറയുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇമാമുന ശാഫിഈ തങ്ങളുടെ വസിയത്ത് അനുസരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അത് ഹലാലാണെന്ന് നസ്സായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് ഫുഖഹാ ഗൗനിക്കാതിരുന്നത് തന്റെ വസിയത്ത് കൊണ്ട് അമൽ ചെയ്യലിനെ മന്ദിച്ചതിന് വേണ്ടിയാണ്. വലാബി കൗനി ജുംഹൂരിൽ ഉലമായി സലഫൻ വ ഖലഫൻ അലാ ഹില്ലിഹി, മുൻഗാമികളും പിൻഗാമികളുമായ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ മുഅസ്ഫർ ഹലാലാണെന്നതിന്റെ മേലാണ് എന്നതുകൊണ്ടും ഈ ഫുഖഹാ ഗൗനിച്ചിട്ടില്ല. കാരണം അഹാദീസ തഖ്തദീഹി, അവര് ഹലാലാണെന്ന് പറയാൻ കാരണം അത് ഹലാലാണെന്നതിനെ തേടുന്ന ഹദീസുകൾക്ക് വേണ്ടിയിട്ടാണ് അവരത് പറഞ്ഞത്. അതുകൊണ്ടും ഗൗനിച്ചിട്ടില്ല. ബൽ, അപ്പൊ ഇങ്ങനെ അവര് ആ പറഞ്ഞത് കൊണ്ടും ഫുഖഹാ ഗൗനിച്ചിട്ടില്ല. കാരണം ഹദീസുകളിൽ ഈ മുഅസ്ഫർ പറ്റൂല എന്ന് സഹിഹായി വന്നിട്ടുണ്ട് എന്നാണ് അതിന് കാരണം പറയുന്നത്. തുഹ്ഫ, അതുപോലെ തന്നെ ശറഹുൽ മുഹദ്ദബ് 4389. ഈ മുഅസ്ഫർ ഹലാലാണെന്ന് അറിയിക്കുന്ന ഹദീസുകൾ ഉണ്ട്, ഹറാമാണെന്ന് അറിയിക്കുന്ന ഹദീസുകളും ഉണ്ട്. പക്ഷെ ഇവിടെ ഹറാമാണെന്ന് അറിയിക്കുന്ന ഹദീസുകൾക്കാണ് ഈ ഫുഖഹാ മുൻഗണന നൽകിയിട്ടുള്ളത്. അതിന് ന്യായവും ഉണ്ട്. ഫുഖഹാ അവരത് ഹറാമാണെന്ന് പൊതുവായി പറഞ്ഞിട്ടുണ്ട്. അതിന് ന്യായം വഹുവ അന്നൽ മസ്ബൂഖ ബിൽ ഉസ്ഫുരി മിൻ ലിബാസിൻ നിസാഇ അൽ മഖ്സൂസ് ബിഹിന്ന, ഈ ഉസ്ഫുർ കൊണ്ട്
കളർ കൊടുക്കപ്പെട്ട വസ്ത്രം അത് സ്ത്രീകളുടെ അവരെ കൊണ്ട് മാത്രം പ്രത്യേകമാക്കപ്പെട്ട അവരുടെ വസ്ത്രത്തിൽപ്പെട്ടതാണത്. ഫഹറുമലി തശബ്ബുഹി ബിഹിൻ, അതുകൊണ്ട് ഈ മുഅസ്വർ വസ്ത്രം ഹറാമാണ്, ഈ സ്ത്രീകളോട് തശബ്ബുഹ് വരുന്നു എന്ന കാരണത്താൽ. കമാ അന്നൽ മുസാഫറ കദാലിക, കുങ്കുമം ചായം കൊടുക്കപ്പെട്ട ആ വസ്ത്രം പുരുഷന്മാർക്ക് ഹറാമായതും ഇപ്രകാരം തന്നെയാണ്, സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമായ വസ്ത്രത്തിൽപ്പെട്ടതാണ് അതൊക്കെ. അപ്പൊ സ്ത്രീകളോട് തശബ്ബുഹ് വരുന്നു എന്നാണ് അവിടെയും കാരണമായിട്ടുള്ളത്. എന്നാൽ ഈ മുഅസ്ഫർ ഹറാമാണെന്ന് തുഹ്ഫ പറയുമ്പോൾ അവിടെ നിഹായ മുഗ്നി ഇവർക്ക് ഇതിൽ പിന്നെ വ്യത്യസ്തമായ വീക്ഷണമാണ്. വയഹറുമു അലാ ഗൈരിൽ മർഅത്തി അൽ മുസഅഫറു ദൂനൽ മുഅസ്ഫരി എന്നാണ് നിഹായ മുഗ്നിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. സ്ത്രീ അല്ലാത്ത പുരുഷന്മാരുടെ മേലും ഹുൻസന്റെ മേലൊക്കെ മുസഅഫർ ഹറാമാണ്. മുസഅഫർ എന്ന കുങ്കുമ ചായം കൊടുക്കപ്പെട്ടത്. ദൂനൽ മുഅസ്ഫരി, ഉസ്ഫുർ കൊണ്ട് ചായം കൊടുക്കപ്പെട്ടതിനെ കൂടാതെ. കമാ നസ്സ അലൈഹി ശാഫിഈയു ഖിലാഫൻ ലിൽ ബൈഹഖി, ഇമാം ബൈഹഖി എതിരായിട്ട് ഇമാം ഷാഫി തങ്ങൾ ഹലാലാണെന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് ഇവരൊക്കെ അതിന് കാരണമായി പറഞ്ഞിട്ടുള്ളത്. ഇത് ഷർവാനിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷറഹു ബാഫിന്റെ ഹാഷിയ കുർദിയിലും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി മുഅസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ സാധനം? വൽ മുഅസ്ഫറു വൽ മസ്ബൂഖു ബിൽ ഉസ്ഫുരി. മുഅസ്ഫർ എന്ന് പറഞ്ഞാൽ അത് ഉസ്ഫുർ കൊണ്ട് ചായം കൊടുക്കപ്പെട്ടതാണ്. കമാ ഫി കുതുബി ലുഗത്തി വശുറൂഹിൽ ഹദീസ്, ലുഗത്തിന്റെ കിതാബുകളിലും ഹദീസിന്റെ ശറഹുകളിലൊക്കെ അപ്രകാരം ഉണ്ട്. വൽ ഉസ്ഫുറു, ഉസ്ഫുർ എന്നുള്ളത് യസ്ബുഗു അതല്ലെങ്കിൽ യസ്ബിഗു സിബാദൻ അഹ്മറ, അത് ഒരു ചുവന്ന കളറിനെയാണ് ചായം ഇടുക. ഉസ്ഫുർ കൊണ്ട് ചായം കൊടുത്താൽ വരിക ചുവന്ന ചായമാണ്, കളറാണ്, ചുവന്ന കളർ. വൽ ഉസ്ഫുറു വഇൻ കാന യസ്ബുഗു സിബാദൻ അഹ്മറ, അത് കൊണ്ട് ചുവന്ന ചായത്തെയാണ് അത് ചായം ഇടല്, അതുകൊണ്ട് ചായം കൊടുത്താൽ ചുവന്ന കളറാണ് വരിക. കമാ ഖാല ഇബ്നുൽ ഖയ്യിം, പക്ഷേ പല മുആറദത ബൈനഹു വ ബൈന മാ സബത ഫി സഹീഹൈനി, ആ പറഞ്ഞതിന്റെയും ഇമാം ബുഖാരി മുസ്ലിം അതിൽ സ്ഥിരപ്പെട്ട ഒന്നിന്റെയും ഇടയിൽ വൈരുദ്ധ്യമില്ല, എതിരില്ല. അതെന്താണ്? മിൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യൽബസു ഹുല്ലത്തൻ ഹംറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുവന്ന ഹുല്ലത്തിനെ ധരിച്ചിരുന്നു എന്ന് കാണാം. ഹുല്ലത്ത് എന്ന് പറയുന്നത് രണ്ട് വസ്ത്രം കൂടിയ ഒരു വസ്ത്രമാണ്. അരയുടുപ്പും മേൽത്തട്ടവും, ഇത് രണ്ടും കൂടിയിട്ടുള്ള, അത് രണ്ടും കൊണ്ട് ശരീരം മറക്കുന്ന ഒരു പതിവ് അറബികൾക്ക് മുമ്പേ ഉള്ളതാണ്. അപ്പോ ആ ഒരു അരയുടുപ്പും മേൽത്തട്ടവും അത് രണ്ടും കൂടിയ ആ വസ്ത്രത്തിന് പറയുന്ന ഒരു പേരാണ് ഹുല്ലത്ത്. അത് ചുവപ്പാണ്. അപ്പൊ ഹുല്ലത്തുൻ ഹംറ, ചുവന്ന ഹുല്ലത്തിനെ റസൂലുള്ളാഹി ധരിച്ചിരുന്നു, അത് പതിവായി ധരിച്ചിരുന്നു എന്ന ഹദീസിനോട് ഇത് എതിരായി വരുന്നില്ല. കാരണം അന്നൻ നഹിയ ഫീ ഹാദിഹിൽ അഹാദീസി, ഈ ഹദീസുകളിലൊക്കെയുള്ള നിരോധന യതവജ്ജഹു ഇലാ നൗഇൻ ഖാസിൻ മിനൽ ഹുംറത്തി, അത് ചുവപ്പിൽ നിന്നുള്ള ഒരു പ്രത്യേക ഇനം കൊള്ളയാണ് തിരിയുന്നത്.
വഹിയ അൽ ഹുംറത്തുൽ ഹാസിലത്തു അൻ സിബാദിൽ ഉസ്ഫുരി. ആ ചുവപ്പ് എന്ന് പറയുന്നത് ഉസ്ഫുർ എന്ന ആ കളറ് കൊണ്ട് ഉണ്ടായ ചുവപ്പാണ്. തുഹ്ഫത്തുൽ അഹ്വദി 5222, നെയ്ലുൽ ഔത്താർ 2110. അപ്പൊ കേവലം ചുവപ്പല്ല, ഉസ്ഫുർ എന്ന് പറയുന്ന ആ ഒരു സാധനത്തിന്റെ കളറ്, അതുകൊണ്ട് കളറ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചുവപ്പാണ് പാടില്ല എന്ന് പറഞ്ഞ മുഅസ്ഫർ. അത് തുഴഫൊക്കെ ഹറാമാണെന്ന് പറഞ്ഞ, പാടില്ലെന്ന് പറഞ്ഞ ആ മുഅസ്ഫർ. നിഹായ മോഹിനിയൊക്കെ അത് പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കണം. وحاصل كلامه أن المراد بالثوب الأحمر في هذا الحديث عند أهل العلم هو المعصفر أي المصبوغ بالعصفر وهو الممنوع. ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് ഉസ്ഫുർ കൊണ്ട് കളർ കൊടുക്കപ്പെട്ട ആ ചുവന്ന വസ്ത്രമാണ്. അമ്മൽ മസ്ബൂഗ് ബിൽ ഹംറത്തി മിൻ ഗൈരിൽ ഉസ്ഫുരി, ഉസ്ഫുർ അല്ലാത്തതിനാൽ ഉള്ള ചുവപ്പ് കൊണ്ട് ചുവപ്പ് കൊടുക്കപ്പെട്ട കളർ കൊടുക്കപ്പെട്ടതാണെങ്കിലോ പല ബൽസബി, അതൊന്നും കുഴപ്പമില്ല. തുഹ്ഫത്തുൽ അഹ്വദി 875. അപ്പോ ഉസ്ഫുർ കൊണ്ട് കളർ കൊടുത്താലും വരുന്നത് ഒരു പ്രത്യേക തരം ചുവപ്പാണ്. ഉസ്ഫുർ എന്ന് പറഞ്ഞാൽ അത് കുസുംബം, കുയുമ്പപ്പൂ എന്നൊക്കെയാണ് അതിന് മലയാള ഡിക്ഷണറികളിൽ പേര് കൊടുത്തിട്ടുള്ളത്. ഉസ്ഫുറിന് കുർത്തുമ് എന്നൊരു അർത്ഥമുണ്ട്. കുർത്തുമ് എന്ന് പറഞ്ഞാലും കുയുമ്പ വിത്ത് എന്നൊക്കെയാണ്. അതൊരു ചെടിയാണ്. ഉസ്ഫുർ നബാത്തുൻ സൈഫിയുൻ മിനൽ ഫസീലത്തിൽ മുറക്കബത്തി ഉമ്മൂബത്തി സഹരി യുസ്തഅമലു സഹ്റുഹു താബിലൻ വയുസ്തഖ്റജു മിൻഹു സബീഖുൻ അഹ്മറു യുസ്ബഖു ബിഹിൽ ഹരീറു വനഹ്വുഹു. അത് ഒരു പ്രത്യേക തരത്തിലുള്ള പുഷ്പം ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. അതിന്റെ പുഷ്പത്തെ ഈ കറിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ നാടുകളിലല്ല. മാത്രമല്ല വയുസ്തഖ്റജു മിൻഹു, അതിന്റെ ആ പൂവിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടും സബീഖുൻ അഹ്മറു, ചുവന്ന കളറിനെ. അപ്പൊ അത് പുഷ്പത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ചുവന്ന കളറുണ്ട്. അതുകൊണ്ട് പട്ടിനും അതുപോലെയുള്ള വസ്ത്രങ്ങൾക്കൊക്കെ കളർ കൊടുക്കാറുണ്ട്. അപ്പോ ആ ചുവപ്പ് കൊണ്ട് കളർ കൊടുക്കപ്പെട്ടതാണ് പാടില്ലെന്ന് പറഞ്ഞ മുഅസ്ഫർ, ചുവന്ന കളർ എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ ചുവന്ന കളറും പാടില്ല എന്ന അർത്ഥം ഇല്ല. മുസഅഫറില് കുങ്കുമച്ചായം കൊണ്ട് ചായം കൊടുത്ത വസ്ത്രം ഹറാമാണെന്നതിൽ ഖിലാഫില്ല. എന്നാൽ ഈ ഉസ്ഫുർ കൊണ്ട് ചായം കൊടുക്കപ്പെട്ടതാവുമ്പോ ഖിലാഫുണ്ട് താനും. അതിന് അന്നൽ ഖുയലാഅ വത്തശബ്ബുഹ ഫീഹി അക്തറു, ഈ അഹങ്കാരവും സ്ത്രീകളോട് സാദൃശ്യമാവുക എന്നുള്ളതും ഈ കുങ്കുമച്ചായം കൊടുത്തതിൽ അധികരിച്ച നിരക്കുണ്ട് ഈ മുഅസ്ഫറിലുള്ളതിനേക്കാണ്. ഉസ്ഫുർ കൊണ്ട് ചായം കൊടുത്ത വസ്ത്രത്തിലുള്ളതിനേക്കാണ് സ്ത്രീകളോട് സാദൃശ്യമാവുക എന്നുള്ളതും, അതുപോലെ തന്നെ അത് ധരിക്കുന്നതിലുള്ള ഒരു അഹങ്കാരം അതും കൂടുതൽ വരിക ഈ കുങ്കുമ ചായം കൊണ്ട് ചായം കൊടുത്ത വസ്ത്രം ധരിക്കുമ്പോഴാണ് എന്ന് തുഹഫയൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി വലാ യുക്റഹു ലിഗൈരി മൻ ദുകിറ, മേൽ പറയപ്പെട്ടവര് അല്ലാത്തവർക്ക് കറാഹത്തില്ല. മസ്ബൂഖുൻ ബിഗൈരി സഅഫറാനി വൽ ഉസ്ഫുരി, ഉസ്ഫുറു സഅഫറാന് ഇവ രണ്ടും അല്ലാത്തത് കൊണ്ട് ചായം കൊടുക്കപ്പെട്ട വസ്ത്രങ്ങളൊന്നും കറാഹത്തില്ല, ഇത് രണ്ടും അല്ലാത്തത് കൊണ്ട്. സവാഉനിൽ അഹ്മറു വൽ അസ്ഫറു വൽ അഖ്ളറു വഗൈറുഹ. അപ്പോ ഉസ്ഫുർ കൊണ്ട് കളർ കൊടുത്തത് അത്
കറാഹത്താണ്, ഹറാമാണെന്ന അഭിപ്രായമുള്ളത് കൊണ്ട് കറാഹത്താണ് എന്ന വീക്ഷണമാണ്, അത് അനുവദനീയമാണെന്ന് പറയുന്നവർ പറയുന്നത്. ഇത് രണ്ടുമല്ലാത്തത് കറാഹത്ത് പോലുമില്ല. സവാഉൽ അഹ്മറു, അത് കടും ചുവപ്പ് വസ്ത്രമാണെങ്കിലും, വൽ അസ്വറു മഞ്ഞയാണെങ്കിലും, വൽ അഖ്ളറു പച്ചയാണെങ്കിലും, വഗൈറുഹ അല്ലാത്തതാണെങ്കിലും, സവാഉൻ ഖബില നസ്ജി വ ബഅദഹു, അത് പിന്നെ വസ്ത്രമായി നെയ്തെടുക്കുന്നതിന്റെ മുമ്പ് കളർ കൊടുക്കട്ടെ ശേഷം കൊടുക്കട്ടെ എന്നാലും കറാഹത്തില്ല എന്നാണ്. നെയ്തെടുത്ത ശേഷം കളർ കൊടുക്കുന്നതിൽ മുത്തഅഖിരീങ്ങളിൽപ്പെട്ട ചില പണ്ഡിതന്മാരൊക്കെ എതിര് പറഞ്ഞിട്ടുണ്ട്. തുഴഫ ഏത് കളറാണെങ്കിലും നെയ്തെടുത്ത ശേഷം കൊടുത്ത കളറാണെങ്കിൽ കറാഹത്താണ് എന്ന് പറയുന്നു. നൂല് കളർ കൊടുത്തിട്ട് പിന്നെ നെയ്തതാണെങ്കിൽ കുഴപ്പമില്ല. അവിടെ സാഫ്രാനും ഉസ്ഫുറ് കൊണ്ടും സാഫ്രാനും കൊണ്ടും കളർ കൊടുത്തത് മാത്രമേ പാടില്ലെന്ന് തുഴഫ പറയുന്നുള്ളൂ. അല്ലാത്ത കളറുകൾ അത് നെയ്തെടുക്കുന്നതിന്റെ മുമ്പ് നൂല് തന്നെ കളർ കൊടുത്തതാണെങ്കിൽ കറാഹത്തും ഇല്ല. നെയ്തെടുത്ത ശേഷമാണ് ആ കളറുകളൊക്കെ കൊടുത്തതെങ്കിൽ, കുങ്കുമവും ഉസ്ഫുറും അല്ലാത്ത കളറുകൾ ആ കളർ കൊടുത്തത് നെയ്തെടുത്ത ശേഷമാണെങ്കിൽ കറാഹത്താണെന്ന് തുഴഫ പറയുന്നു. പക്ഷെ നിഹായ മുഗിനി പോലെയുള്ളവര് ഈ ഉസ്ഫുറ് സാഫ്രാന് അല്ലാത്ത മറ്റു കളർ വസ്ത്രങ്ങൾ ആ കളർ കൊടുത്തത് നൂല് തന്നെ കളർ കൊടുത്തതാണെങ്കിലും, നൂല് നെയ്തെടുത്ത ശേഷം കളർ കൊടുത്തതാണെങ്കിലും കറാഹത്തില്ല എന്നാ പറയുന്നത്. വൽ മുഅസ്ഫറു മക്റൂഹുൻ ഖുറൂജൻ മിൻ ഖിലാഫി മൻ മനഅഹു, കറാഹത്താണ് എന്ന് പറയാൻ കാരണം അത് പാടില്ലെന്ന് പറഞ്ഞവരുടെ ഖിലാഫിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ടാണ്. വയംബഗി തഖ്യീദുൽ കറാഹത്തി ബിമാ ലൗ കസുറൽ മുഅസ്ഫറു ബിഹൈതു യുഅദ്ദു മുഅസ്ഫറൻ ഫിൽ ഉർഫി, ഉർഫിൽ മുഅസ്ഫർ എന്ന് പറയപ്പെടാവുന്ന വിധത്തിൽ മുഅസ്ഫർ അധികരിച്ചാലാണ് കറാഹത്ത് വരിക. കറാഹത്തിന് അങ്ങനെ ഉപാധി കൊടുക്കണം എന്നും ഐൻസ്റ്റീൻ പറയുന്നുണ്ട്. ഇനി വൽ അഖ്റബു കറാഹത്തുൽ മുസാഫരി ഹൈതു ഖല്ല, സാഫ്രാന് കൊണ്ട് കുറഞ്ഞ രീതിയിലാണെങ്കിൽ അക്സറു സൗബം വസ്ത്രത്തിൽ അധികരിച്ചതും അങ്ങനെ ഈ കുംഭം കൊണ്ട് കളർ കൊടുത്താലാണ് ഹറാമ് വരിക എന്ന് തുഴഫ പറഞ്ഞു. അധികരിച്ചതുമില്ല, കുറഞ്ഞ ഭാഗേ ഉള്ളൂ എങ്കിൽ മുസാഫർ കറാഹത്താണ്. അപ്പോൾ ഹറാമില്ലെങ്കിലും കറാഹത്താണ്. ഇബാറത്തു ശൈഖിനാ വ യുക്റഹുൽ മുഅസ്ഫറു കുല്ലുഹു വകദാ ബഅദുഹു, മുഴുവനും ഈ ഉസ്ഫർ കൊണ്ട് ചായം കൊടുക്കപ്പെട്ട വസ്ത്രം കറാഹത്താണ്, ഇനി അല്പമാണെങ്കിലും കറാഹത്ത് തന്നെയാണ്. വഅമ്മാ സായിറുൽ മസ്ബൂഗാത്തി ഫലാ തഹ്റുമു വലാ തുക്റഹു, മറ്റു കളറുകളൊന്നും ഹറാമോ കറാഹത്തോ ഇല്ല. സവാഉൽ അഹ്മറു വൽ അസ്ഫറു വൽ അഖ്ളറു വൽ അസ്വദു വൽ മുഖത്തത്തു, ഇതൊന്നും ഹറാമില്ല, ഹറാമോ കറാഹത്തോ ഇല്ല എന്ന് ഷെർവാനി 3470 പുതിയ നുസ്ഖ വിശദീകരിച്ച് പുതിയ നുസ്ഖ അനുസരിച്ച് 3470 വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ കളർ വസ്ത്രങ്ങൾ നിരോധിക്കപ്പെട്ട ആ 2 കളർ ഒഴിച്ച് മറ്റു കളർ വസ്ത്രങ്ങൾ അത് ധരിക്കൽ ജായിസാണ്. ഏത് നിറമാണെങ്കിലും വിരോധമില്ല എന്ന് ശറഹുൽ മുഹദ്ദബിലും 4391 പറയുന്നുണ്ട്. അവിടെ വദലീലു ജവാസിൽ അഹ്മദി വ ഗൈരിഹി, ചുവപ്പല്ലാത്ത മറ്റു കറുപ്പോ മഞ്ഞയോ പച്ചയോ വരയും കുറിയും ഉള്ളതോ തുടങ്ങി മിൻ അൽവാനി സിയാബ്, വിവിധ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ജായിസാണെന്നതിന്റെ തെളിവ് മഅൽ ഇജ്മാഇ, അവ ജായിസാണെന്നതിന് ഇജ്മാഇ തെളിവുണ്ട്. അതോടുകൂടെ തെളിവ് ഹദീസുൽ ബറാ, ബഹുമാനപ്പെട്ട ബറാ എന്നവർ ഉദ്ധരിക്കുന്ന ഹദീസ്.
റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ ഞാൻ കണ്ടു ഫീ ഹുല്ലത്തിൻ ഹംറാഅ ചുവന്ന ഹുല്ലത്തിൽ റസൂലുള്ളാഹിനെ ഞാൻ കണ്ടിട്ടുണ്ട്. റവാഹുൽ ബുഖാരിയും മുസ്ലിമും. നേരത്തെ പറഞ്ഞല്ലോ ഹുല്ലത്തിന്റെ മായന. വഅൻ അബീ റംസത എന്നവരെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ ഞാൻ കണ്ടു അലൈഹി തൗബാനി അസ്ഫറാനി ഇത്തരത്തിൽ റസൂലുള്ളാഹിന്റെ മേലിൽ രണ്ട് മഞ്ഞ വസ്ത്രമുണ്ട്. ആ അവസ്ഥയിൽ റസൂലുള്ളാഹിനെ ഞാൻ കണ്ടു. റവാഹു അബൂ ദാവൂദ വതിർമിദി ബിഇസ്നാദിൻ സഹീഹ്. وعن جابر رضي الله عنه رأيت رسول الله صلى الله عليه وسلم دخل يوم فتح مكة. മക്കം വിജയത്തിന്റെ ദിവസം റസൂലുള്ളാഹി പ്രവേശിച്ചു. ആ നേരത്ത് റസൂലുള്ളാഹിനെ ഞാൻ കണ്ടപ്പോ വഅലൈഹി ഇമാമത്തുൻ സൗദാ റസൂലുള്ളാഹിന്റെ മേൽ കറുത്ത തലകെട്ടാണ്. അപ്പോ റവാഹു മുസ്ലിമാണ്. وعن عمر بن حرب قال كأني أنظر إلى رسول الله صلى الله عليه وسلم ഞാനിങ്ങനെ റസൂലുള്ളാഹിലേക്ക് നോക്കും പോലെ ഉണ്ട്. ഏതവസ്ഥയിൽ അലൈഹി ഇമാമത്തുൻ ലഹു സൗദാവ് കറുത്ത നിറമുള്ള തലകെട്ട്. വഖദ് അർഖാ തറഫഹാ ബൈന കത്തിഫൈഹി അതിന്റെ തെല്ലിനെ എന്താണ് വാലിനെ രണ്ട് ചുമലിന്റെ ഇടയിലൂടെ താഴ്ത്തി ഇട്ടിട്ടുണ്ട്. റവാഹു മുസ്ലിം. വഫീ റിവായത്തിൽ ലഹു ഈ ഉമർ ബിൻ ഹർബ് എന്നവർക്കുള്ള വേറൊരു റിവായത്ത് അനുസരിച്ചുകൊണ്ട് ഖതമൻ നാസ റസൂലുള്ളാഹി ജനങ്ങളോട് ഖുതുബ നടത്തി വഅലൈഹി ഇമാമത്തുൻ സൗദാ റസൂലുള്ളാഹിന്റെ മേൽ കറുത്ത തലകെട്ടുണ്ട്. ആ അവസ്ഥയിൽ ഈ വഅൻ ഉമ്മി സലമത ഖാലത്ത് ഉമ്മു സലമ എന്നവർ പറയാണ് കാന അഹബ്ബു സിയാബി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖമീസ റസൂലുള്ളാഹിക്കുള്ള ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രം അത് ഖമീസ് നീളക്കുപ്പായമായിരുന്നു. റവാഹു അബൂ ദാവൂദ വതിർമിദി. അപ്പൊ ഈ ഹദീസുകളൊക്കെയാണ് ഇജ്മാഇന് പുറമെ കളർ വസ്ത്രങ്ങൾ നിരോധിക്കപ്പെട്ട ആ രണ്ട് കളറുകൾ ഒഴിച്ച് മറ്റു കളർ വസ്ത്രങ്ങൾ ധരിക്കാനുള്ള തെളിവ്, അത് ജായിസാവാനുള്ള തെളിവ് എന്ന് ശറഹുൽ മുഹദ്ദബ് 4-390-391 പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ പുരുഷന്മാർക്കും ഹുൻസകൾക്കും കുങ്കുമം കൊണ്ട് ചായം കൊടുക്കപ്പെട്ട ആ കളർ വസ്ത്രം ഹറാമാണ് എന്ന് ഇബ്നു ഹജർ തങ്ങളും അതുപോലെ തന്നെ ഇമാം റംലി തങ്ങളും ബഹുമാനപ്പെട്ട ഖതീബു ശുർബീനി തങ്ങളും എല്ലാവരും പറഞ്ഞിരുന്നു. മുഅസ്ഫർ കൊണ്ട് ചായം കൊടുക്കപ്പെട്ട കുസുംബം അതല്ലെങ്കിൽ കുഴുമ്പപ്പൂ എന്നൊക്കെ പറയുന്ന ആ പൂവിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ട ചുവന്ന നിറം കൊണ്ട് ചായം കൊടുക്കപ്പെട്ട ആ പ്രത്യേക ചുവപ്പ് വസ്ത്രം അത് ഹറാമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നു. നിഹായ മുഗ്നി അടക്കമുള്ളവർ ഹറാമില്ല, പക്ഷേ ഹറാമാണെന്ന അഭിപ്രായം ഉള്ളതുകൊണ്ട് അത് കറാഹത്തോടു കൂടെ ജായിസാണ് എന്ന് പറയുന്നു. ഇമാമുന ശാഫിഈ തങ്ങൾ ഈ മുഅസ്ഫർ ജായിസാണ് ഹലാലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഹറാമാണെന്ന് പറയുന്ന ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അതുപോലെ തന്നെ ഇമാം നവവി റഹിമഹുല്ലാഹ് മജ്മൂഇൽ ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹഫയിലൊക്കെ ഈ ഹലാലാണെന്ന് പറഞ്ഞതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇമാം ഷാഫിഈ തങ്ങൾക്ക് ഈ മുഅസ്ഫർ ഹറാമാണെന്ന് പറയുന്ന നിഷിദ്ധമാണെന്ന് പറയുന്ന ഹദീസ് ലഭിച്ചിട്ടില്ല. അത് ലഭിച്ചിരുന്നുവെങ്കിൽ അത് ഹറാമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമിനെ ഷാഫിഈ തങ്ങളും പറയുമായിരുന്നു. അതുകൊണ്ട് ഷാഫിഈ തങ്ങൾ ഹലാലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഗൗനിക്കേണ്ടതില്ല. ഈ വസിയ്യത്ത് അനുസരിച്ചുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കേണ്ടത് എന്ന നിലക്ക് മുഅസ്ഫർ ഹറാമാണെന്ന് തുഹഫ അതുപോലെ തന്നെ ശറഹുൽ മുഹദ്ദബ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇമാം റംലി തങ്ങൾ ഖതീബ് ശുർബീനി തങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഹറാമ് എന്ന ഒരു ഖിലാഫുള്ളത് കൊണ്ട് അത്
കറാഹത്തോടുകൂടെ ജായിസാണെന്ന് പറയുന്നു. മറ്റു കളറുകൾ, അത് ഈ ഉസ്ഫുർ കൊണ്ടല്ലാത്ത മറ്റു ചുവപ്പ് ചായം കൊണ്ട് ചായം കൊടുക്കപ്പെട്ടതോ മറ്റു ഏത് നിറമാണെങ്കിലും മഞ്ഞ, ചുവപ്പ്, കറുപ്പ്, വരയും കുറിയും ഉള്ളത്, ഇതൊക്കെ അത് അനുവദനീയമാണ്. കറാഹത്തില്ലാതെ അനുവദനീയമാണ്. കറാഹത്തില്ലാതെ അനുവദനീയമാണ് എന്ന് ഇമാം റംലി തങ്ങളും ഖതീബ് ഷർബീനി തങ്ങളൊക്കെ ഈ വസ്ത്രങ്ങളെ സംബന്ധിച്ച് പറയുന്നു. പക്ഷെ അവിടെ തുഹ്ഫക്ക് ഒരു ഉപാധി, കറാഹത്ത് വരാതിരിക്കണമെങ്കിൽ അതിൻ്റെ നൂലായ സന്ദർഭത്തിൽ തന്നെ കളർ കൊടുക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് വസ്ത്രം നെയ്തെടുത്ത ശേഷം കളർ കൊടുത്താൽ അത് ഈ പറയപ്പെട്ട അനുവദനീയമായ ആ കളറുകളാണെങ്കിലും നെയ്തെടുത്ത ശേഷമാണ് കളർ കൊടുത്തതെങ്കിൽ കറാഹത്തോടു കൂടെ ജായിസാണ്. നൂലിൽ തന്നെ കളർ കൊടുത്ത് നെയ്തെടുത്താണെങ്കിൽ അത് കറാഹത്തില്ലാതെ അനുവദനീയവുമാണ് എന്നാണ് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്.